സൃഷ്ടിയുടെ അനേകം ജാലവിദ്യകളിൽ ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത പ്രകൃതിയുടെ ഉദാത്തമായ കരവിരുതിന്റെ ദൃശ്യവിസ്മയമാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ നീലപുഷ്പങ്ങൾ. കാഴ്ചയിൽ പനിനീർ പൂവിന്റെയോ അല്ലെങ്കിൽ മുല്ലപ്പൂവിന്റെയോ ചാരുതയൊന്നും ഈ ചെറുപുഷ്പങ്ങൾക്ക് അവകാശപ്പെടാനില്ല. സൗരഭ്യവും അന്യമാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ കാട്ടുപുഷ്പത്തിനപ്പുറം മറ്റൊരു പ്രത്യേകതയും കാഴ്ചക്കാരന്റെ മനസ്സിൽ ഇതുളവാക്കുന്നില്ല. നമ്മൾ സാധാരണയായി വഴിയോരത്തോ പുൽമേടുകളിലോ കാണുന്ന തരം ഒരു ചെറിയ ചെടിയിൽ കൂട്ടമായി വിരിയുന്ന ഒരു തരം പുഷ്പങ്ങൾ. ഒരുപക്ഷെ സസ്യശാസ്ത്ര ഗവേഷകർക്ക് മാത്രം ജിജ്ഞാസ ജനിപ്പിക്കുന്ന, സാധാരണക്കാർക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ കാൽമുട്ട് വരെ മാത്രം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയിൽ വിരിയുന്ന നീലപുഷ്പങ്ങൾ. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു ചലച്ചിത്രത്തിന് പ്രമേയമാകാൻ തക്ക എന്തു പ്രത്യേകതയാണ് ഈ ചെടിക്കും പുഷ്പത്തിനുമുള്ളത്? പ്രേക്ഷകർക്ക് ഒരു സസ്യശാസ്ത്ര ഗവേഷണ വിവരണത്തിനപ്പുറം സാംസ്കാരികമായോ സാമൂഹികമായോ എന്താണ് ഈ പുഷ്പത്തെക്കുറിച്ച് പറഞ്ഞാൽ ലഭിക്കുക? എങ്കിൽ അറിഞ്ഞുകൊള്ളുക, താഴ്വരയിൽ മലമേടുകളെയാകെ നീല പരവതാനി വിരിച്ച കണക്കെ മനോഹരമാക്കി കൂട്ടം കൂട്ടമായി പൂത്തുനിൽക്കുന്ന ഈ പുഷ്പത്തെ ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ ഒരു പൂക്കാലത്ത് ഇവയെ ദർശിക്കാൻ വെറും 4-5 തവണ മാത്രമേ ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നുള്ളൂ. അതെ, കാരണം നമ്മൾ കാണുന്ന ഈ പുഷ്പങ്ങളാകട്ടെ അതിന്റെ ചെടിയിൽ 12 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. അതുതന്നെയാണ് കൂട്ടത്തോടെ വിരിഞ്ഞ് സഹ്യപർവ്വത നിരകളെ നീലശോഭയിലാഴ്ത്തുന്ന സൃഷ്ടിയുടെ ജാലവിദ്യ. ഈ പുഷ്പത്തിന് മനുഷ്യൻ നൽകിയ പേരാണ് നീലക്കുറിഞ്ഞി. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പുഷ്പങ്ങൾ 300ഓളം അംഗങ്ങൾ വരുന്ന അക്കാന്തസി കുടുംബത്തിൽ ഉൾപ്പെടുന്നവയും അവയിൽ തന്നെ 46ഓളം തരങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നവയുമാണ്. തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന സഹ്യപർവ്വത നിരകളാണ് കുറിഞ്ഞിപ്പൂക്കളുടെ ഈറ്റിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചോള പുൽമേടുകളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. കേരളത്തിലെ മൂന്നാറിലുള്ള ഇരവിക്കുളം ദേശീയ വന്യസംരക്ഷണ കേന്ദ്രത്തിലാണ് നീലക്കുറിഞ്ഞിപ്പൂക്കൾ ഇപ്പോൾ സന്ദർശകർക്ക് കാണാനാവുന്നത്. ഒരു പൂക്കാലം സാധാരണയായി 4-5 മാസക്കാലം നീണ്ടു നിൽക്കും. അതിനുശേഷം ഇതിന്റെ ചെടിയും കൊഴിഞ്ഞു പോകാറാണ് പതിവ്. തുടർന്ന് വിത്തുകൾ വീണു മുളയ്ക്കുന്ന പുതിയ തൈകൾ വളർന്ന് ഏകദേശം നമ്മുടെ കാൽമുട്ടറ്റം വരെ ഉയരമെത്തുകയും അടുത്ത 12 വർഷക്കാലം ഒരു തപസ്യയിലെന്നോണം പൂക്കാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് കുറിഞ്ഞിയുടെ ജീവിതചക്രം. 1858 മുതൽ മാത്രമാണ് നീലഗിരി മലനിരകളിൽ നീലക്കുറിഞ്ഞിയുടെ പൂക്കാലങ്ങൾ മനുഷ്യൻ രേഖപ്പെടുത്തി തുടങ്ങിയത്. നീലഗിരിക്ക് ആ പേര് ലഭിച്ചത് തന്നെ ഈ നീലപ്പൂക്കളിൽ നിന്നാണ്. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന വനനശീകരണത്തിന്റെ ഭാഗമായി കുറിഞ്ഞിയുടെ മുഖ്യ ഭാഗവും ഇന്ന് ആധുനിക യുഗത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തെ തുടർന്ന് പ്രത്യക്ഷപ്പെട്ട തേയിലത്തോട്ടങ്ങളും തുകൽ നിർമ്മാണശാലകളും കുറിഞ്ഞിയുടെ വൻ നശീകരണത്തിന് കാരണമായി. അവശേഷിച്ചവയെ നമ്മൾ സംരക്ഷിക്കാൻ തുടങ്ങിയതോ ഈ അടുത്ത കാലത്തു മാത്രം. മുൻപ് പറഞ്ഞുവല്ലോ, ഈ പൂക്കൾ 12 വർഷത്തിലൊരിക്കലേ പൂവിടാറുള്ളൂ എന്ന്. ആകർഷണീയമായി തോന്നുന്ന ഈ പൂവിന്റെ പ്രധാന സവിശേഷതയും ഇതുതന്നെയാണ്.
കൂട്ടത്തോടെ വിരിഞ്ഞ് മലനിരകളെ നീലിമയിൽ ചാലിച്ച് ഒരു പരവതാനി കണക്കെ നയന മനോഹരമാക്കി അലൗകിക ഭംഗി ഉളവാക്കുന്നതാണ് മറ്റൊരു സവിശേഷത. അതുമാത്രമല്ല, ഇനിയുമുണ്ട് വേറെ സവിശേഷതകൾ. നീലക്കുറിഞ്ഞു പൂക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതിയുടെ മറ്റൊരു ദൃശ്യവിസ്മയമാണ് ഈ മലമേടുകളിൽ കാണപ്പെടുന്ന വരയാടുകൾ. നീലഗിരി ഥാർ എന്നറിയപ്പെടുന്ന ഈ ആടുകളെ ലോകത്ത് ഇവിടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അൺഗ്ലേറ്റ്സ് എന്ന് ജന്തുശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ ആടുകൾ കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളവയും തവിട്ടും ചാരനിറവും കലർന്ന് രോമാവൃതമായ ശരീരത്തോടു കൂടിയവയുമാണ്. ഒറ്റ നോട്ടത്തിൽ മാനുമായി സാദൃശ്യം തോന്നിക്കുന്ന ഇവ ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ വളരെ കൗതുകമുണർത്തുന്നു. ബംഗാൾ കടുവകളെപ്പോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെയും കുറിഞ്ഞിയോടൊപ്പം ഈ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ഈ ആടുകൾ കൂട്ടത്തോടെ താഴ്വരയിൽ പുല്ലുമേയുകയും അവയുടെ ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുമെങ്കിലും ഇവ കുറിഞ്ഞിപ്പൂക്കളെയോ അതിന്റെ ചെടിയെയോ ഒന്ന് തൊട്ടു നോവിക്കുക പോലുമില്ല. പ്രകൃതിയുടെ അതിശയമെന്ന് തന്നെ പറയട്ടെ. ചുരുക്കത്തിൽ ഈ താഴ്വരകളിൽ കുറിഞ്ഞിയുടെ ചാരുത നിലനിൽക്കുന്നതിന് ഇവയുടെ ഈ ജീവിതശൈലി കാരണമാകുന്നു. നമ്മൾ പൂന്തോട്ടങ്ങളിലും മറ്റും കളകളെ ഒഴിവാക്കി പൂച്ചെടികളെ നട്ടു സംരക്ഷിക്കുന്നതുപോലെ ഈ കാണുന്ന താഴ്വരകൾ കുറിഞ്ഞിക്കു വേണ്ടി മാത്രം എന്ന് പ്രകൃതി നിശ്ചയിച്ച് അവയെ പരിപാലിക്കുവാൻ ഏർപ്പെടുത്തിയ തോട്ടം സൂക്ഷിപ്പുകാരാണ് ഈ ആടുകൾ എന്ന് നാം ചിന്തിച്ചു പോകും. ഞങ്ങൾ ക്യാമറയുമായി ഈ താഴ്വരയിലെത്തിയപ്പോൾ, അതായത് 2006 നവംബർ മാസത്തിൽ, നിരവധി സന്ദർശകർ ഈ ദൃശ്യവിസ്മയം ആസ്വദിക്കാനായി എത്തിയിരുന്നു. വരയാടുകൾ ഒറ്റയ്ക്കും കൂട്ടമായും യാതൊരു ഭയമോ സങ്കോചമോ കൂടാതെ കാഴ്ചക്കാർക്കിടയിലൂടെ വിഹരിക്കുന്നത് കൗതുകമുളവാക്കുന്ന ഒരനുഭവമായി. ഒരു വനജീവി മനുഷ്യനോട് ഇത്ര കണ്ട് സഹവർത്തിത്വം കാണിക്കുന്നത് ഒരത്ഭുതമായിരിക്കുന്നു. ഞങ്ങളോട് വനപാലകർ പറഞ്ഞത് ഇതാണ്: അടുത്ത കാലത്തു മുതൽ മാത്രമാണ് ഇവ താഴ്വരയിറങ്ങി സഞ്ചാരികളുടെ ഇടയിൽ സ്വതന്ത്രരായി വിഹരിക്കാൻ തുടങ്ങിയത്. ഏതായാലും ഈ കാഴ്ച വളരെ സന്തോഷകരം തന്നെ. ഇരവിക്കുളം ദേശീയ വന്യജീവി സങ്കേതത്തിലെ കുറിഞ്ഞിപ്പൂക്കുന്ന മല രാജമല. സന്ദർശകർക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ. പൂക്കാലം പ്രമാണിച്ച് അധികൃതർ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സങ്കേതം തുടങ്ങുന്നത്. പ്രവേശനം ടിക്കറ്റ് മൂലം മാത്രമാണ്. പ്രത്യേകം ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർ ടിക്കറ്റ് എടുക്കാനും ബസ്സിൽ കയറുവാനുമായി ക്യൂ നിൽക്കുന്നത് കാണാം. വഴിയോര വാണിഭക്കാർ ഇവിടെ സുലഭമാണ്. ക്യാരറ്റും മറ്റു പച്ചക്കറികളുമാണ് ഇവരുടെ പ്രധാന കച്ചവടം. പ്രമുഖ അന്തർദേശീയ സഞ്ചാര കേന്ദ്രവും സഞ്ചാരികളുടെ പറുദീസയുമായ മൂന്നാർ പട്ടണത്തിൽ നിന്നും ഇവിടേക്ക് വെറും 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മൂന്നാർ തെന്നിന്ത്യയിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. സഞ്ചാരികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സംസ്ഥാന ടൂറിസം വകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1524 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്.
മൂന്നാറിനെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയത് ഈ കാണുന്ന തോട്ടങ്ങളിലെ തേയിലയാണ്. ഇവിടത്തെ നിവാസികളിൽ പലരും തോട്ടം തൊഴിലാളികളാണ്. തേയില മാത്രം വിൽക്കുന്ന കടകൾ ഇവിടെ ധാരാളമുണ്ട്. ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലും ഇവിടെയുണ്ട്. കുറച്ച് താറാവിൻ കുഞ്ഞുങ്ങളെ ഒരാൾ വഴിയോരത്ത് വിൽക്കാൻ നിർത്തിയിരിക്കുന്നത് കൗതുകകരമായ ഒരു കാഴ്ചയായി. ചെറുതെങ്കിലും ഇത് തിരക്കേറിയ ഒരു പട്ടണം തന്നെയാണ്. മൂന്നാറിൽ കാലാവസ്ഥ സുഖകരമാണ്. തണുത്ത കോടമഞ്ഞും മലങ്കാറ്റും ഏതൊരു സഞ്ചാരിയെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സുഖവാസ കേന്ദ്രം അത്ര കണ്ട് പ്രിയമുള്ളതാക്കും. മൂന്നാറിലേക്കുള്ള യാത്രാമാർഗത്തിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ചീവപ്പാറ വെള്ളച്ചാട്ടം. നമ്മുടെ മുൻപിൽ ഇപ്പോൾ കാണുന്നത് വാളറ വെള്ളച്ചാട്ടമാണ്. മൂന്നാറിന് ചുറ്റും നിറയെ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള സവാരിയിൽ വഴിയോരത്ത് കാണുന്ന കാഴ്ചകൾ നമുക്ക് മനസ്സിന് ഒരുപാട് കുളിർമയേകും. ഒരു ചെറിയ കൈപ്പുഴയും അതിന്റെ തീരത്ത് കണ്ട പശുവിൻ കൂട്ടവും വല്ലാതെ ആകർഷണീയമായി തോന്നി. ഒരു കൂട്ടം കറുത്തവയും മറ്റൊരു കൂട്ടം തവിട്ട് നിറവും. ചിലവ പുല്ല് തിന്നുന്നു, മറ്റു ചിലവ വിശ്രമിച്ചുകൊണ്ട് അയവിറക്കുകയും ചെയ്യുന്നു. പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച പോലെ അവയുടെ ഓരോ ചലനങ്ങളും അനുഭവപ്പെട്ടു. ഈ കാഴ്ചകളെല്ലാം ഓരോ സഞ്ചാരിയിലും ഉന്മേഷമുളവാക്കുന്നുവെന്നതിൽ സംശയമില്ല. സഹ്യപർവ്വത നിരകളിലെ കുറിഞ്ഞിപ്പൂക്കുന്ന ഈ മേഖലയെ ലോകത്തിലെ തന്നെ 18 പ്രധാന മേഖലകളിലൊന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രായഭേദമന്യേ, ദേശഭാഷാഭേദമന്യേ, യാതൊരുവിധ അന്തരങ്ങളുമില്ലാതെ സഞ്ചാരികൾ ഉല്ലാസത്തോടെ കുറിഞ്ഞിയുടെ ഭംഗി ആസ്വദിക്കുന്നു. കോടമഞ്ഞ് മലയിറങ്ങി വന്നപ്പോഴാണ് ഈ പ്രദേശമാകെ ഒന്നുകൂടി മനോഹരമായത്. മഞ്ഞുമൂടിയ മലനിരകളിൽ പൂക്കളുടെ കൂട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. തേനീച്ചകൾ പൂവിൽ നിന്ന് തേൻ നുകരുന്നത് ഹൃദ്യമായൊരു കാഴ്ചയാണ്. കുറിഞ്ഞിപ്പൂക്കളുടെ തേനിന്റെ രുചിയെക്കുറിച്ച് പഴയ സംഘം കവിതകളിൽ പ്രത്യേക പരാമർശം തന്നെയുണ്ട്. ഈ മേഖലയെ കുറിഞ്ഞി നിലം എന്നാണ് അതിൽ പറയുന്നത്. നീലക്കുറിഞ്ഞി വ്യത്യസ്തമാർന്നൊരു പ്രകൃതി സമ്പത്ത് തന്നെയാണ്. 12 വർഷങ്ങളിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രകൃതിയിലെ ഒരു മഹാത്ഭുതം. ഇനി ഒരു കുറിഞ്ഞി പൂക്കാലത്തിനായി നമ്മൾ 2018 വരെ കാത്തിരിക്കണം. ഒരുപക്ഷെ ഈ വരയാടുകളുടെ തന്നെ എല്ലാ തലമുറകൾക്കും
അതിനുള്ള ഭാഗ്യമുണ്ടാകണമെന്നില്ല. അവർ പ്രകൃതിയുടെ അംഗീകൃത തോട്ടക്കാരായിട്ടുപോലും. പക്ഷേ നമ്മൾ മനുഷ്യർ അനുഗ്രഹീതരാണ്. ഒരു മനുഷ്യായസിൽ 4-5 തവണയെങ്കിലും ആ ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. എന്നിട്ടും കാലങ്ങളായിട്ട് നമ്മൾ കുറിഞ്ഞിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ചെയ്യുന്നുമില്ല. മറിച്ച് കുറിഞ്ഞി എന്ന ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നാശത്തിനും മൂല്യച്യുതിക്കും പ്രധാന കാരണമായി മനുഷ്യൻ മുൻനിരയിൽ തന്നെയുണ്ട്. അവശേഷിച്ചവയെങ്കിലും നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. പ്രകൃതി സ്നേഹികൾ ഇതിനായി നടത്തുന്ന പ്രവർത്തികൾ പ്രശംസനീയം തന്നെ. കേരളത്തിലും തമിഴ്നാട്ടിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടന്നുവരുന്ന സേവ് കുറിഞ്ഞി ക്യാമ്പയിനുകൾ പല ഭാഗങ്ങളിൽ നിന്നും കുറിഞ്ഞിയുടെ അവശേഷിക്കുന്ന സ്രോതസ്സുകൾ സംരക്ഷിക്കുവാൻ പ്രേരണയായിട്ടുണ്ട്. പക്ഷേ ഭൂമിയിലെ ഓരോ മനുഷ്യനും പ്രകൃതി നൽകിയ ഓരോ ജീവനും അന്യം നിന്നു പോകാതെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും. പ്രകൃതിയിൽ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നവയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. കുറിഞ്ഞിയുടെ കാര്യത്തിലും സംഗതി വ്യത്യസ്തമാകാതിരിക്കട്ടെ. സാംസ്കാരികമായി കുറിഞ്ഞി നിലങ്ങൾ നമ്മുടെ ദേശീയ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രജ്ഞരും വനം അധികൃതരും പ്രകൃതി സ്നേഹികളും കുറിഞ്ഞിയെ സംരക്ഷിക്കാൻ സംയുക്ത സംരംഭങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാട്ടുതീ തടയാനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് നീലക്കുറിഞ്ഞിപ്പൂക്കൾ എന്നു പറയുന്നത് ചിത്രങ്ങളിൽ മാത്രം കാണാവുന്ന ഒരു ഓർമ്മയായിത്തീരും. ഈ കടപ്പാട് നാം മറക്കാതിരിക്കട്ടെ. ഒത്തൊരുമിച്ച് നമുക്കെല്ലാവർക്കും കുറിഞ്ഞിയെ സംരക്ഷിക്കാം. പ്രകൃതിയുടെ ഈ ജാലവിദ്യ എന്നും ഒരു വരദാനമായി തല ഉയർത്തി തന്നെ നിൽക്കട്ടെ.